എന്ത് ചൂടാണല്ലേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ചൂടാണ്. നമ്മുടെ രാഹുൽ പിണറായി വിജയനെ വിറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോണ്ടന്റ് കിട്ടിയപ്പോൾ ഞാൻ കാറിൽ ഇരുന്നാണ് നിലവിൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാറിൽ ഇരുന്നു, എന്ത് ചൂടാണ്, യോ പോ, ഇത് നരകമാണോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, അനാവശ്യമായി പുറത്തിറങ്ങി നടക്കണ്ട, തല കറങ്ങി വീഴും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് MV ഗോവിന്ദന് നേരെ കല്ലേറാണ്. CPM-ന്റെ മുതിർന്ന നേതാവായ MV ഗോവിന്ദന് നേരെ കല്ലേറ്. എന്തിനെന്നല്ലേ, ഇന്നലെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട്, ഇന്നലല്ല 2 ദിവസം മുമ്പ് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓപ്പറേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവരുടെ വയറ്റിനുള്ളിൽ കത്രിക വാക്കിയായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. MV ഗോവിന്ദൻ ആ സ്ത്രീയെ വിമർശിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ചെയ്തതാണ് ശരി, ആ സ്ത്രീ തെറ്റ് ചെയ്തു എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതുകൊണ്ട് CPM-കാരനെ അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞു എന്നാണ് കിട്ടുന്ന വിവരം. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ വെച്ചു തരാം. അദ്ദേഹത്തിന് ചെറിയൊരു റീപ്ലൈ കൊടുത്തിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു, അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവൃത്തിയിരിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല, ഒരു തുടർച്ച അതേ ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം. അത് രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പറയട്ടെ, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കും, ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. ആ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അത് മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. എടാ മന്ത്രിമാരെ, നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. MV ഗോവിന്ദ, നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ വയറ്റിൽ ഒരു കത്തി ഞങ്ങൾ വെക്കട്ടെ, ഒരു ബ്ലേഡോ എന്തെങ്കിലും വെക്കട്ടെ, നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ട്. ഇത്രയും വലിയ ഭീമമായ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വരാൻ ഇത്തിരിയെങ്കിലും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മക്കോ നിങ്ങളുടെ പെങ്ങന്മാർക്കോ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ സഹിക്കോ? അതുപോലെ ആ സ്ത്രീ ഒരു സ്ത്രീയല്ലേ? നാണവും മാനവും ഇല്ലാത്തവർ തെറ്റ് സംഭവിക്കും, ശരി തന്നെയാണ്, അതിനെ ന്യായീകരിക്കരുത്. തെറ്റ് സമ്മതിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റി സഹോദരിയോട് മാപ്പ് ചോദിക്കണം. ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂല എന്ന് പറയണം, അല്ലാതെ ന്യായീകരിക്കേണ്ടതല്ല. എന്താണല്ലേ ഇവറ്റകൾക്ക് നാണവും മാനവും ഇല്ലേ? അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനും CPM-കാരെയും എല്ലാവരും വിറപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയൊരു കുഞ്ഞു കാര്യം പറയട്ടെ, തെറി വിളിക്കല്ലേ. അതായത് ഈ ഒരു ക്രീം വേണം നിങ്ങൾക്ക്, നിങ്ങളുടെ ഫേസിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോവും. നിങ്ങൾ കറുത്തിട്ടുള്ളവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സ്കിന്നൊക്കെ വൈറ്റ് ആവും. എൻ്റെ സ്വന്തം ക്രീമാണ്. എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ ഡൗട്ട് ഉണ്ടോ, ഇത് റിസൾട്ട് ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്കൊരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ ക്രീമിനെ കുറിച്ചിട്ട്, ഒന്ന് കേൾക്കണേ. അതിനുശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഭാഗം ഞാൻ വെച്ച് തരാം. ഓക്കെ, എൻ്റെ മുഖത്ത് മുഴുവൻ കറുത്ത പാടുകളായിരുന്നത് മൊത്തത്തിൽ മാറി. ഇത്രയും കാലമായിട്ട് എൻ്റെ ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ മെലാസ്മയായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് നല്ല മാറ്റങ്ങളുണ്ടായത്. മാർക്കറ്റിലുള്ള ഓരോ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആണ്. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. 1 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായി. കേട്ടല്ലോ നിങ്ങൾ, ഇതെൻ്റെ സ്വന്തം നമ്പറാണ്. ഈ നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ ഞാൻ തന്നെയാണ് റീപ്ലൈ തരുന്നത്. അതായത് ഇപ്പോൾ വെള്ളത്തൊക്കെ പോയിട്ട് ഫേസിൽ നല്ല കറുപ്പുണ്ടെങ്കിൽ അതൊക്കെ പോവും. അല്ലാതെ നിങ്ങൾ നാച്ചുറലായിട്ട് കറുത്തിട്ടുള്ളവരാണ്, നല്ല രീതിയിൽ വെളുക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ചത്? ഇതേ കത്രികയുടെ വിഷയത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അതിനുശേഷം പിണറായി വിജയനെ കുറിച്ച് നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് വാഴ വെച്ചവർ, മട്ടന്നൂരിൽ ബസ് കത്തിച്ച 4 നിരപരാധികളെ ചുട്ടുകൊന്നവർ, MV രാഘവനോടുള്ള വിരോധത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ടവർ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരം ഒരുക്കിയവർ, മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, എല്ലാത്തിലും ഉപരി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിച്ച് സാറിന് മുറിവേൽപ്പിച്ചവർ, ആ പാർട്ടിയുടെ സമരത്തിന്റെ ധാർമ്മികതയെ പറ്റിയുള്ള ട്യൂഷൻ ഒന്നും യൂത്ത് കോൺഗ്രസിന് വേണം എന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ വിരട്ടിയാലൊക്കെ പേടിക്കാൻ വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും, ചികിത്സ പിഴവ് കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരിച്ചപ്പോഴും, കൈ ഒടിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയപ്പോഴും, വയറ്റിൽ കത്രിക മറന്നുവെച്ച് തുന്നലിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവർക്ക് ഇപ്പോൾ പൊള്ളുന്നത് വിജയനിസം കൊണ്ടാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോഷം തോന്നിയ സാംസ്കാരിക അടിമകൾക്ക് ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച റീത്ത് കാണാൻ പറ്റാത്തത് ഒരു വല്ലാത്ത രാഷ്ട്രീയ തീരുമാനമാണ്. ആ തിമിരം മറക്കാൻ
അല്ലെങ്കിൽ ആ തിമിരം മാറാൻ AKG സെന്ററിലെ ക്യാപ്സ്യൂൾ മതിയാകില്ല. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയെ തടയുമെന്നോ ഒക്കെ കേട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ രാഹുൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മിനിമം ഒരു 20,000 വോട്ടെങ്കിലും CPM കുറയും. അത്രയും സപ്പോർട്ടാണ് രാഹുലിന്. കമന്റ് ബോക്സിൽ രാഹുൽ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ കമന്റാണ്. അത്രയും, അതായത് ഒരു മനുഷ്യന്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ എല്ലാവരും കൂടി ആക്രമിക്കുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കൂല. അതാണ് ജനങ്ങളൊക്കെ. അപ്പോൾ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? നമുക്ക് സാധാരണക്കാരായ ജനങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, മാറ്റം വേണം. അത് ഒരുപക്ഷെ LDF അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നവരും അല്ലെങ്കിൽ മാനസികമായി LDF ഇഷ്ടപ്പെടുന്നവർ പോലും അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഭരണം തുടർന്ന് വന്നാൽ ജനങ്ങളാകെ ഈ അവസ്ഥയിൽ നിന്നും ദയനീയമായ അവസ്ഥയിലേക്ക് പോകും. ഗവൺമെന്റ് മാറി വരണം, അല്ലാതെ ഇവിടെ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ല. മാറി വരണം, അഴിമതിയൊക്കെ കൂടും. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എപ്പോഴും ഇവര് തന്നെ പറ്റൂലല്ലോ. അവർക്കൊക്കെ ധാർഷ്ട്യമാണ്. എൻ്റെ ഒക്കെ തലമുറകൾക്ക് ഇതിവിടെ കേരളം പടുകുഴിയിൽ തന്നെ ഇന്ന് വീഴുന്നത്. നമ്മൾ കടം മേടിച്ച ആർക്കും കടം വരുത്താതെ നോക്കുക. കടം ഇപ്പൊ തന്നെ എത്ര കോടി രൂപ ഇപ്പോഴും കടം എടുത്തതല്ലേ? ഇതിനൊക്കെ ആരാ ഇത് പറയുന്നത്? ഉണ്ടായി, വികസനം ഉണ്ടായി, എല്ലാം ഉണ്ടായി. എങ്കിലും ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നല്ല ഭരണം കാഴ്ചവെച്ചാൽ അടുത്ത രീതിയിലേക്ക് അവർക്ക് തന്നെ കിട്ടും. ഇല്ലേ, അവിടുന്ന് തഴുകാനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. തുടർച്ചയായിട്ട് ഇപ്പൊ ഒരു നമ്മൾ ശരിയല്ലെങ്കിൽ അടുത്ത തലമുറ വരും, അടുത്ത ആൾക്കാർ വരും. അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു ബാധ്യതയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം കടക്കണിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യം ഏത് ഗവൺമെന്റ് വന്നാലും, തൊഴിൽ ഗവൺമെന്റ് വന്നാലും അല്ലെങ്കിൽ വേറൊരു ഗവൺമെന്റ് വന്നാലും സാമ്പത്തികമായ അവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കുമെന്നതിനെ കുറിച്ച് വളരെ ഏറെ ചിന്തിക്കുന്നു. എല്ലാ തരത്തിലും ഒരു ഏകാധിപത്യ ഭരണമാണ് കൊണ്ടിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേർന്ന ഒരു രീതികളല്ല കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ്. ഓക്കെ, ആരോട് ചോദിച്ചാലും പറഞ്ഞത് ഭരണം ശരിയില്ല എന്നാണ്. CPMകാർ തന്നെ പറയുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്ന്. അത്രയും ജനങ്ങളെ ദ്രോഹിച്ച പിണറായി വിജയ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം പിണറായി വിജയ. നിങ്ങളൊക്കെ വലിയ മുഖ്യമന്ത്രിയല്ലേ, ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു കാര്യം പറയുകയാണ്, ഇലക്ഷന് വെറും 2 മാസം ഇരിക്കെ പിണറായി വിജയൻ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ വെച്ച് ഫ്രീ ആയി കൊടുക്കും. അത് പ്രായപൂർത്തിയോ അല്ല 30 വയസ്സോ, അതൊന്നും എനിക്ക് അതിൻ്റെ ചെറിയൊരു അറിയില്ല. അത് ഞാനൊരു കാര്യം പിണറായി വിജയനോട് പറയുകയാണ്, നിങ്ങൾ കേരളം ഭരിക്കുന്നത് 10 വർഷമായി. 10 വർഷമായിട്ട് നിങ്ങളുടെ ഭരണം തീരാൻ വെറും 2 മാസം ഇരിക്കെ എന്തിനാണ് ഈ സംഗതി നിങ്ങൾ കൊണ്ടുപോകുന്നത്? അതിൻ്റെ അർത്ഥം വോട്ടിന് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് ജനങ്ങളോട്, അതായത് ജനങ്ങൾ പൈസ ഇല്ലാതെ തെണ്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ 1000 രൂപ കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് മുമ്പ് നിങ്ങൾ തുടങ്ങിയിട്ടില്ല? ഇത് കേവലം 2 മാസമാണ് ഭരണം തീരാനുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം പിണറായി വിജയൻ്റെ നിലവാരം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട്. ഒരു AI വീഡിയോ ആണ്. ആ AI നിർമ്മിച്ച ആൾക്കെതിരെ കേസെടുക്കണമെന്നാണ് CPMകാർ പറഞ്ഞത്. അത്രയും വലിയൊരു വീഡിയോ ക്ലിപ്പാണ്, വലിയ രീതിയിൽ വൈറലാണ്. AI ആണ്. ആ നിർമ്മിച്ച ആൾക്കെതിരെ 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണ് ആ വീഡിയോ? നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, ആരോഗ്യ മേഖലയ്ക്ക് പിഴവ് പറ്റാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ ഇല്ല. 2 ദിവസം മുമ്പ് ഒരു നവജാത ശിശു ചികിത്സാ പിഴവ് മൂലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പൊ വയറുവേദനയുമായി പോയപ്പോ വയറ്റിൽ കത്രിക. എന്തായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പഴയ ഹോസ്പിറ്റൽ കെട്ടിടം ഇടിഞ്ഞു വീണ് വയോധിക മരിച്ചു, ചികിത്സ കിട്ടാതെ മധ്യവയസ്കൻ മരിച്ചു. അങ്ങനെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത്ര അധികം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും എല്ലാം സിസ്റ്റത്തിന്റെ മണ്ടയിലിട്ട് ഒരു ഉളുപ്പില്ലാതെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു ആരോഗ്യമന്ത്രി. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം മിനിസ്റ്റർ. എന്നിട്ട് പേരോ നമ്പർ 1 ആരോഗ്യ കേരളം. അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിപ്പോലും ശതമാനം ശരിയല്ലേ? അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കണം. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിണറായി വിജയൻ ഒന്നും കൂടി ഭരിച്ചാൽ കേരളം എന്താകും? നമ്മളെല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതായത് ഞാനിവിടെ CPMകാരെ ഞാൻ ചെറുതാക്കുന്നതല്ല. നാളുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ആര് തെറ്റ് ചെയ്താലും ഞാൻ പേഴ്സണലി വിളിച്ച് പറയും. ഓക്കെ, നിലവിലെ അവസ്ഥയിൽ CPMന്റെ ഭരണം വളരെ മോശമാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. CPMകാരാ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, നിങ്ങളാണ് തുടർന്ന് 3ാമത് അധികാരത്തിൽ വരുന്നെങ്കിൽ, ഒരിക്കലും വരുന്നതെങ്കിൽ അടുത്ത ഇലക്ഷനിനാകുമ്പോൾ CPM എന്ന പാർട്ടി ഉറപ്പായിട്ടും ഇല്ല. അങ്ങനെ ഒരു പാർട്ടി എന്നെ നിലവിലുണ്ടാവൂല, ജനങ്ങൾ ഉണ്ടാവൂല, എല്ലാവരും എങ്ങോട്ടെങ്കിലും ഓടുന്നേ. അതുകൊണ്ട് പറയുകയാണ് എൻ്റെ പൊന്നാര ജനങ്ങളെ, നിങ്ങളാണ് ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഭരണമാറ്റം അത്യാവശ്യമാണ്.
സാധാരണക്കാരായ നമുക്ക് ജീവിക്കാൻ, അതായത് നമുക്ക് എന്തെങ്കിലും നികുതിയൊക്കെ കുറച്ചിട്ട് ഒരു 500 രൂപ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയാൽ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും പിണറായി വിജയനെ നിങ്ങൾ വിജയിപ്പിക്കാതിരിക്കുക. നമുക്ക് ജയിക്കണം, കോൺഗ്രസ് ജയിക്കണം. കോൺഗ്രസ് ജയിച്ചാലേ കഞ്ഞി കുടിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാം. ഇവർ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോട്ടിയെ വെച്ചിട്ടൊക്കെ സ്വർണം കട്ടിട്ടും അങ്ങനെയൊക്കെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഞാൻ പേടിക്കാതെ ഇനിയും കാര്യം പറയും, ആരെന്ത് ചെയ്താലും. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്ന് കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ സാധ്യത വളരെ കുറവാണ് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് കാരണം. അതായത് രാഹുലിനെതിരെ റിനി എന്ന വൃത്തികെട്ടവൾ വീണ്ടും കേസ് റെഡിയാക്കിയിട്ടുണ്ട്. വ്യാജ സ്ത്രീകൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് രാഹുലിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സ്വതന്ത്രനായി രാഹുൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം ഒരു 75% രാഹുൽ മത്സരിക്കില്ല എന്നാണ്. കാരണം രാഹുൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ചാവുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ഒന്നും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഏതാണ് തൽക്കാലം വേണ്ടി ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. നമുക്ക്